ചെറുകഥ ഇവിടെ തുടങ്ങുന്നു. പെട്ടെന്നൊരു ദിവസം ഒഴുക്കിനെതിരെ നീങ്ങുവാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ജന്മം തന്നിൽ നിന്നും കൊഴിഞ്ഞു വീണതിൻ്റെ ആഹ്ലാദവും വിഭ്രാന്തിയും മനസ്സിൽ നിറഞ്ഞു. ഞാൻ മടങ്ങിപ്പോകുന്നു. ആദ്യം കണ്ടുമുട്ടിയ പരിചയക്കാരനായ രാമചന്ദ്രനോട് വിവരം പറഞ്ഞപ്പോൾ പതിവുപോലെ അവൻ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. പ്രകാശമുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. മുറിയിൽ നിന്ന് എല്ലാവരെയും കണ്ട് വിവരമറിയിക്കാനുള്ള ജിജ്ഞാസയോടെ ഇറങ്ങിത്തിരിച്ച് അയാൾ അപ്രതീക്ഷിതമായാണ് രാമചന്ദ്രനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടിയത്. കടും നിറത്തിലുള്ള ഷർട്ടും വലിപ്പമേറിയ പ്ലെയിൻ ഗ്ലാസും നീണ്ട മുടിയും താടിയുമായി കണ്ണടച്ചിരിക്കുന്ന രാമചന്ദ്രൻ, തന്നെ ഗ്രാമത്തിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുവന്ന് നഗരം കാണിച്ചു തന്ന രക്ഷകൻ. രാമചന്ദ്രനെ കണ്ടിട്ട് കാലം എത്രയായി. സത്യത്തിൽ താൻ യാത്ര പറയാൻ ഉദ്ദേശിച്ച മുഖങ്ങളിൽ ഇതുണ്ടായിരുന്നുവോ? നന്നായി. കണ്ണു തുറന്ന് തണുത്ത ഗ്ലാസ് എടുത്ത് സിപ്പ് ചെയ്യുന്നതിനിടെ രാമചന്ദ്രൻ പറഞ്ഞു, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. എന്ത്? ഒരിക്കൽ നിനക്ക് പോകേണ്ടി വരും. രാമചന്ദ്രനോ? വിറയാർന്ന കൈകൊണ്ട് ഗ്ലാസ് എടുത്ത് വീണ്ടും ചുണ്ടോട് അടുപ്പിക്കുന്നതിനിടയിൽ പതിഞ്ഞ സ്വരത്തിൽ രാമചന്ദ്രൻ പറഞ്ഞു, സോ ഗുഡ് ബൈ, ലീവ് മീ അലോൺ. വീട്ടിൽ അന്വേഷണം പറയാം. അപ്പോഴേക്കും വീണ്ടും ധ്യാനത്തിലാണ്ടുകഴിഞ്ഞ രാമചന്ദ്രനിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് തോന്നിയതോടെ അയാൾ പുറത്തേക്കിറങ്ങി.